ആ സമയം തന്നെ ഈ സംഭവത്തിൻ്റെ പേരിൽ രേണുവിനോട് അക്ബർ ക്ഷമ ചോദിച്ചിരുന്നു. എന്നാൽ അക്ബറിനോട് താൻ പൊറുക്കില്ല എന്ന ശക്തമായ നിലപാടിലായിരുന്നു രേണു. ബിഗ് ബോസ് 7ാം സീസണിൽ ഏറെ ചർച്ചയായിരുന്നു ടാസ്കിന് ഇടയിൽ രേണു സുധിക്ക് അക്ബർ ഖാൻ നൽകിയ സെപ്റ്റി ടാങ്ക് എന്ന പേര്. അക്ബർ ഖാനെതിരെ ഇതിൻ്റെ പേരിൽ വലിയ വിമർശനവും ഉയർന്നു. വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാലും ഇതിനെതിരെ അക്ബറിനോട് സംസാരിച്ചു. സംഭവത്തിൽ രേണു സുധിയുടെ സങ്കടം മാറ്റാനും അവരെക്കൊണ്ട് ക്ഷമിച്ചു എന്ന് പറയിക്കാനും അക്ബർ ഖാന് മോഹൻലാൽ ഒരാഴ്ച സമയം നൽകി. ഒടുവിൽ ഇപ്പോൾ അത് സംഭവിച്ചു. ആ സമയം തന്നെ ഈ സംഭവത്തിൻ്റെ പേരിൽ രേണുവിനോട് അക്ബർ ക്ഷമ ചോദിച്ചിരുന്നു. എന്നാൽ അക്ബറിനോട് താൻ പൊറുക്കില്ല എന്ന ശക്തമായ നിലപാടിലായിരുന്നു രേണു. ഈ ഒരാഴ്ച മുഴുവൻ രേണുവിൻ്റെ സങ്കടം മാറ്റാനുള്ള ശ്രമങ്ങളാണ് അക്ബർ ഖാൻ നടത്തിയത്. തന്നോട് ക്ഷമിക്കാൻ വേണ്ടി രേണുവിന് വേണ്ടി മാത്രമായി അക്ബർ പാട്ടുപാടി. സ്നേഹം നിറച്ച സ്പെഷ്യൽ ദോശ രേണുവിന് വേണ്ടി അക്ബർ തയ്യാറാക്കി. ദോശയെല്ലാം കഴിച്ചെങ്കിലും അക്ബറിനോട് പൊറുക്കാൻ തയ്യാറല്ല എന്നായിരുന്നു രേണുവിൻ്റെ നിലപാട്. ഒടുവിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അക്ബറിനോട് എന്തായി, വല്ല രക്ഷയുമുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ പെണ്ണിൻ്റെ പിന്നാലെ പോലും ഞാൻ ഇതുപോലെ നടന്നിട്ടില്ല എന്നാണ് ലാലേട്ടനോട് അക്ബർ മറുപടി പറഞ്ഞത്. ഒരാളോട് ക്ഷമിക്കാൻ കഴിയുക എന്നത് വലിയൊരു കഴിവാണ് എന്ന് ലാലേട്ടൻ പറഞ്ഞതോടെ രേണു മനസ്സ് മാറ്റി. അക്ബറിനോട് താൻ ക്ഷമിച്ചതായി രേണു പറഞ്ഞു. പക്ഷേ ഇത്തരം വാക്കുകൾ ഇനി ആർക്കെതിരെയും പറയരുതെന്ന് മോഹൻലാലും രേണുവും പറഞ്ഞു. എൻ്റെ ജന്മത്തിൽ ഇനി ഞാൻ ഇങ്ങനെ പറയില്ല എന്നായിരുന്നു അക്ബറിൻ്റെ വാക്കുകൾ.